കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന് ഒരു ഹിന്ദു സമുദായ നേതാവിനെ കാണാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതാണിപ്പം ചോദ്യമായിട്ട് വരുന്നത്. കാരണം ബിന്ദു കൃഷ്ണയ്ക്കെതിരെയുള്ള അറ്റാക്ക്, രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള അറ്റാക്ക്, അതുകൂടാതെ വി.ഡി. സതീശനെ തുഷാർ വെള്ളാപ്പള്ളി സന്ദർശിച്ചപ്പോൾ അതിനെതിരെയുള്ള വിമർശനം. അതായത് ഈ ഒരു സർക്കാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ സർക്കാരാണ്, ഞങ്ങളുടെ വോട്ട് മാത്രം നേടിയാണ് ഈ സർക്കാർ ജയിച്ചതെന്നുള്ളൊരു വ്യാഖ്യാനമാണ് മുസ്ലിം ലീഗും ജമായത്തെ ഇസ്ലാമിയൊക്കെ കൊണ്ടുവരുന്നത്. ജമായത്തെ ഇസ്ലാമിയുടെ തലയാണ് ഇതിന് പിന്നിൽ. അപ്പം അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള സൈബർ ആക്രമണമൊക്കെ നടക്കുന്നത്. അതിപ്പോൾ കോൺഗ്രസിനുള്ളിലെ മുസ്ലിം ലീഗുകാരും കോൺഗ്രസിനുള്ളിലെ ജമായത്ത് ഇസ്ലാമിക്കാരൊക്കെ സമാന രീതിയിലുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബിന്ദു കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്രയോ വർഷമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. അവർ കൊല്ലത്ത് നിന്ന് ജയിച്ച ഒരു നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊല്ലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സമുദായമാണ് ഇഴവ സമുദായം. അതുമാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു വിഭാഗം എന്ന് പറയുന്നത് ഇഴവരാണ്. ഏതാണ്ട് 25% എടുത്ത് വരുന്ന ഒരു വലിയ വിഭാഗമാണ്. എന്തായിക്കോട്ടെ, പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും SNDP എന്ന് പറയുന്ന മഹത് പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. വെള്ളാപ്പള്ളി നടേശനോട് നിങ്ങൾക്ക് വിയോജിപ്പാവാം, അദ്ദേഹം പറയുന്ന എല്ലാ കാര്യവും അംഗീകരിക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് വക്കാലത്ത് പിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹത്തെ പോയി കാണുന്നത് എന്തോ ഒരു വലിയ അപരാധമാണെന്നുള്ളൊരു വ്യാഖ്യാനം കൊണ്ടുവരുന്നത് വളരെ ദുരുദ്ദേശപരമായുള്ള സംഭവം തന്നെയാണ്. കൃത്യമായിട്ടുള്ള മത അജണ്ട തന്നെയാണ് ഇതിന് പിന്നിൽ. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു നെറേറ്റീവ് വരുന്നുണ്ട്. അതായത് UDF വിജയിക്കാൻ കാരണം ജമായത്ത് ഇസ്ലാമി മുസ്ലിം ലീഗുമാണ്, അവർ നടത്തിയ മുസ്ലിം ഏകീകരണമാണെന്നുള്ള രീതിയിലുള്ളൊരു വ്യാഖ്യാനം അല്ലെങ്കിൽ നെറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. മീഡിയ വണ്ണൊക്കെയാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. എന്നിട്ട് മതേതരത്വം എന്നുള്ള ഒരു മേമ്പൊടി കൂടി അതിൻ്റെ കൂടെ അവതരിപ്പിക്കുമെന്നുള്ളതാണ്. സത്യത്തിൽ ഈ ഒരു സർക്കാർ ഇത്രയും കൂടുതൽ സീറ്റുകളോടെ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വി.ഡി. സതീശൻ സർക്കാർ ഇത്രയും വലിയ സീറ്റുകളോടെ 102 സീറ്റുകളോടെ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പലതുണ്ട്. ക്രിസ്ത്യാനികളുടെ വോട്ട് വളരെ വലിയ തോതിൽ UDFന് ലഭിച്ചിട്ടുണ്ട്, ഹിന്ദുക്കളുടെ വോട്ട് വലിയ തോതിൽ UDFന് ലഭിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ വോട്ട് സ്വാഭാവികമായിട്ടും UDFന് ലഭിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതൊരു മതപരമായ കളറിൽ ഒതുക്കേണ്ട ഒരു സംഭവമല്ല എന്നതാണ്. പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടുള്ള ഒരു വിരോധം, അദ്ദേഹം വീണ്ടും ഒരു 5 വർഷം മുഖ്യമന്ത്രി പദത്തിൽ എത്തുമോ എന്നുള്ളൊരു ഭയമാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും മലബാർ മേഖലയിൽ മുസ്ലിം ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗും ജമായത്ത് ഇസ്ലാമിയൊക്കെ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. മതപരമായി തന്നെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ ഒന്നിപ്പിക്കാൻ അവർ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ഫാക്ടറാണ്. പക്ഷെ അത് മാത്രമാണ് UDF അധികാരത്തിൽ വരാനുള്ളൊരു ഫാക്ടർ. അതുകൊണ്ട് തന്നെ UDFൻ്റെ താല്പര്യങ്ങൾ ഈ പറയുന്ന വിഭാഗക്കാരുടെ താല്പര്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കണം. അല്ലാതെ ഒരു കാര്യം നടത്തരുതെന്നൊക്കെ പറയുന്നത് ശുദ്ധ ഫാസിസമാണെന്ന് പറയേണ്ടി വരും. കാരണം ഇത് മതഭരണത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്. അത് പുറത്ത് പറയുക തന്നെ ചെയ്യണം. കാരണം അല്ലാതെ അത് അങ്ങനെയല്ല, അത് ഡിമിസ്റ്റിഫൈ ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഈ പറയുന്ന നേതാക്കൾ അവരുടെ വ്യക്തിപരമായ ഒരു താല്പര്യം മുൻനിർത്തി പല നേതാക്കളെയും കാണേണ്ടി വരും. കാരണം മുഖ്യമന്ത്രിയെ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ നേതാവ് മാത്രമല്ല, അദ്ദേഹം SNDPയുടെ നേതാവാണ്. അദ്ദേഹം പോയി സന്ദർശിച്ചു. സ്വാഭാവികമായിട്ട് അദ്ദേഹം വരണ്ടെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കും. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പ്രതിനിധിയാണ്, അദ്ദേഹം എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അതാണല്ലോ ഭരണഘടനയിൽ പറയുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് പറയുന്ന കാര്യം അതല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് ദുരുദ്ദേശപരമാണെന്ന് പറയേണ്ടി വരും. വർഗീയ ചേരിതിരിവിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇത്തരക്കാർക്ക് പിന്നിൽ നിൽക്കുന്നത്. കാരണം ജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ മാത്രമാണ്, അതായത് UDF ജയിക്കാൻ കാരണം ഞങ്ങൾ മാത്രമാണെന്നുള്ള ആ വ്യാഖ്യാനം വളരെ അപകടകരമായുള്ള ഒരു വ്യാഖ്യാനമാണ്. അങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല. എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് കിട്ടിയത് കൊണ്ടാണ് UDFന് 102 സീറ്റ് ലഭിച്ചത്. പിണറായി വിരുദ്ധത, പിണറായിക്കെതിരെയുള്ള ഒരു വിരോധം, അത് കൃത്യമായിട്ട് ബാലറ്റിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പ്രകടമായി എന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പോൾ പയ്യന്നൂർ പോലത്തെ ഒരു മണ്ഡലം, പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹിന്ദു ജനസംഖ്യാ ശതമാനമുള്ള മണ്ഡലങ്ങളിലൊന്നാണ്. എനിക്ക് തോന്നുന്നു 75%ലധികം ഹിന്ദുക്കളുള്ള ഒരു മണ്ഡലമാണ് പയ്യന്നൂർ. അവിടെ എത്ര മികച്ച രീതിയിലുള്ളൊരു വിജയമാണ് CPM വിമതനായുള്ള കുഞ്ഞികൃഷ്ണൻ നേടിയത്. അദ്ദേഹം മുസ്ലിങ്ങളുടെ വോട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വോട്ട് മാത്രം വാങ്ങിയിട്ടാണോ അവിടെ ജയിച്ചിരിക്കുന്നത്? അങ്ങനെ എത്ര എക്സാമ്പിൾസ്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തെ ഒരു പ്രത്യേക തൊഴുത്തിൽ കെട്ടാൻ നോക്കുന്നത് വളരെ ദുരുദ്ദേശപരമായുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം SNDP ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും മുളയിലെ
നുള്ളേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് എതിർക്കാം, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നയങ്ങളോട് എതിർപ്പ് പ്രകടമാക്കാം, അതൊക്കെ ചെയ്യാൻ ജനാധിപത്യത്തിൽ അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ ആ നേതാവിനെ കാണാൻ പാടില്ല, ആ നേതാവിനെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പല കാര്യങ്ങളും മുസ്ലിം ലീഗിനെതിരെയാണ്, അത് പൊളിറ്റിക്കലാണ്. അതിനെ റിലീജിയസ് ടോണിലേക്ക് കൊണ്ടുവരുന്നത് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗൊക്കെയാണ്. കാരണം ഇരവാദം പയറ്റുക, എന്നിട്ട് തങ്ങളുടെ നിലപാടിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടൊന്നും നമുക്ക് യോജിപ്പില്ല, പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പല കാര്യങ്ങളും പ്രസക്തമാണെന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ കേരളത്തിലൊരു ഹിന്ദു സമുദായ നേതാവിനെ, കാരണം ഹിന്ദു വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു നേതാവിനെ എതിർക്കണം. ഞങ്ങൾക്ക് അദ്ദേഹത്തെ താല്പര്യമില്ല, അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി കാണാൻ പാടില്ല, കേരളത്തിലെ മന്ത്രിമാർ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും വെച്ച് പൊറുപ്പിക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. കാരണം കേരളത്തെ വീണ്ടും ഒരു സംഘർഷഭരിതമായ, അല്ലെങ്കിൽ ഒരു വർഗീയ തരത്തിലേക്ക് മാറ്റാൻ മാത്രമേ ഇത്തരം നിലപാടുകളൊക്കെ പ്രേരിപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പം എന്തായാലും ഇതൊന്നും അംഗീകരിച്ച് കൊടുത്ത് മുന്നോട്ട് പോകരുതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പിന്നെ കോൺഗ്രസ് നേതാക്കളാണ്, കോൺഗ്രസ്സിലെ പല ഹിന്ദു നേതാക്കൾക്കൊന്നും ആ രീതിയിലുള്ള തൻ്റെടോ ഒന്നും ഇല്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. എന്തായാലും ഇത്തരം പ്രവണതകൾ, അതായത് ഇത്തരം വർഗീയ ഇസ്ലാമിസ്റ്റ് ഐഡിയോളജിയിൽ നിൽക്കുന്ന പ്രവണതകൾ മുളയിലെ തന്നെ നുള്ളണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.